അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കൂന്ത ഫ്രൈ ആണ്. അതിനായിട്ട് കൂന്ത ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം ഇതെല്ലാം ഇട്ട് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളെല്ലാം ചേർത്ത് ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വലിയ കടായി എടുത്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് ഈ കൂന്ത ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഈ കൂന്തയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. ഈ വെള്ളം എല്ലാം പോയി ഡ്രൈ ആയ ശേഷമാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് സാവധാനം ഇതിലെ വെള്ളം മുഴുവനും വറ്റിച്ച് കളയാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ അടപ്പ് കൊണ്ട് അടച്ച് വെക്കരുത്, തുറന്നിട്ട് തന്നെ ഇതിനെ കുക്ക് ചെയ്യുക. അപ്പോഴാണ് വെള്ളം മുഴുവനും ഇറങ്ങി അത് നന്നായിട്ട് ഡ്രൈ ആവുക. ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെള്ളം ഡ്രൈ ആയാൽ തന്നെ ഇതിലെ മസാല എല്ലാം അതിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ വെള്ളം വറ്റിച്ച് കളയാൻ പറയുന്നത്. എന്നാലേ നമുക്ക് ശരിയായ രീതിയിൽ ഈ കൂന്തൽ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും കൂന്തൽ. അപ്പോൾ അതുകൊണ്ട് അടപ്പുകൊണ്ട് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ കടായിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്യുക. കുറച്ച് സവാള, ഇവിടെ ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, അത് നിങ്ങൾക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക. എന്നിട്ട് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആദ്യം അതാണ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് റെഡി ആയ ശേഷം അതിലേക്ക് വലിയ ഉള്ളി, സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് സവാള എല്ലാം എടുക്കുക. ഇവിടെ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വലിയ ഉള്ളി കുറച്ചിട്ട് സവാള കുറച്ചിട്ട് കൂടുതലായിട്ട് ചെറിയ ഉള്ളി ചേർക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് 3ഉം ചേർത്തിട്ടുണ്ട്. ഞാൻ മൈൽഡായിട്ടാണ് എല്ലാ പൊടികളും ചേർത്തിട്ടുള്ളത്. പച്ചമുളകാണ് എരിവിനായിട്ട് ഞാൻ കൂടുതൽ ചേർത്തത്. തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് മൈൽഡായിട്ട് ചേർത്താൽ മതി, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഞാൻ 1 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് തക്കാളി ആദ്യമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ 3 വലിയ പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1/4 ഭാഗം ഈ ഒരു ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ചേർത്ത് കൊടുത്താൽ അത് നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ നല്ല പാകമാവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഇവിടെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. മസാല എല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കൂന്ത ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. കൂന്തൽ ഫ്രൈ ചെയ്യുന്ന സമയത്തും പൊടികളെല്ലാം ചേർത്തതാണല്ലോ, അതുകൊണ്ട് ഈ മസാലയിൽ ഉള്ളി, തക്കാളി എല്ലാം വഴറ്റുന്ന സമയത്ത് കുറച്ച് പൊടികൾ മാത്രം ചേർക്കുക. അതാണ് എപ്പോഴും ടേസ്റ്റ്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ ആഡ് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ കുറച്ച് പൊടികൾ മാത്രം ചേർക്കുക. നമ്മൾ മാറ്റി വെച്ച തക്കാളി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സാവധാനം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വറ്റിച്ചെടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം കുറച്ച് കറിവേപ്പില, മല്ലിയില അതൊന്ന് മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കുക. ഇങ്ങനെ കുറുക്കിയെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ആ കൂന്തലിലെല്ലാം മസാലയും തേങ്ങാപ്പാലും എല്ലാം നല്ലോണം മിക്സായി നല്ല ടേസ്റ്റാണിത്. ഞാൻ മുകളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ്, വറ്റിച്ചെടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്ന മുന്നേ ആയിട്ട് അവസാനം കട്ടിയുള്ള 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. ആ ചെറിയ ഉള്ളി എല്ലാം കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.